ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു തക്കാളി രസം ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് 2 തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. 5 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. 10 അല്ലി വെളുത്തുള്ളി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മല്ലിയില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മല്ലിയില കൂടി ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രസം ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളി രസമൊക്കെ നന്നായിട്ട് തിളച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.